ആ ചെറുപ്പക്കാരന്റെ ഒരു കഠിന ശ്രമത്തിന്റെ മുകളിൽ ഇത്രയൊക്കെ നമുക്ക് ചർച്ച ചെയ്യത്തക്ക തോതിലുള്ള വിഷയങ്ങൾ കിട്ടുന്നുവെങ്കിൽ അതാകെ ചെറുപ്പക്കാരനെ അഭിനന്ദിക്കുന്നു. പക്ഷെ അദ്ദേഹം തന്നെയാണ് താങ്കളുടെ ചർച്ചയിൽ വിളിച്ചു പറഞ്ഞത് 135 കോടി രൂപയുടെ അഴിമതിയാണ് ഈ പറയാൻ പോകുന്ന 5 ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം. താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ അതൊക്കെ ഉണ്ട്, ഇതില് കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കൊന്നും മറുപടി തരാൻ തയ്യാറാവാതെ അവരുടെ ഓഫീസിൽ വന്ന് അവരുടെ ഓഫീസിൽ വന്നിട്ട് ആവശ്യമുള്ള രേഖകൾ തിരഞ്ഞെടുക്കാനൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ സാധാരണക്കാരായ ഒരാൾക്ക് സാധിക്കുന്നതാണോ? ഇവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന രേഖകൾ അപ്പം അല്ല, മറച്ചു വെക്കാനുണ്ട്. ശ്രീ അസ്കർ, താങ്കൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഇത് പറഞ്ഞു തീരാൻ മഞ്ജുഷ എനിക്ക് സമയം തരണം. പണത്തിന് പിന്നാലെ പോകുന്നത് മനസ്സമാധാനം കെടുത്തും. 21/1/24 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ആർത്തിയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നത്. ഇത് മഹാനായ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതാണ്. ഇനി നമ്മുടെ ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, രണ്ടാമതും ഭരണം കിട്ടിയപ്പോൾ തെറ്റായ പ്രവണതകൾ തലപൊക്കി. ഇതും പറഞ്ഞത് ഒരു ദിവസമാണ്. ഇത് മൂന്നും കേട്ടപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു അറം പറ്റിയ വാക്കുകൾ തിരിച്ച് CPM പ്രവർത്തകരിലേക്കും CPM മന്ത്രിമാരുടെ മക്കളിലേക്കൊക്കെ എത്തിയോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മക്കളിലേക്കൊക്കെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കേരളത്തിലെ നികുതി പണത്തിൽ കൈയിട്ട് വരുന്നില്ല, ഒരുത്തിനിൽ നിന്നും മാസപ്പടി വാങ്ങുന്നില്ല. അവൻ അഷ്ടിക്ക് വകയില്ലാതിരിക്കുമ്പോൾ അവന് സപ്ലൈകോ വഴിക്ക് സാധനം പോലും കൊടുക്കാൻ പറ്റാത്തൊരു സർക്കാർ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും തങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർക്കും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രോത്സാഹനജനകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മനോവേദന കൊണ്ടാണ് ശ്രീ അസ്കർ ഞങ്ങളെ പോലുള്ളവർ ഇങ്ങനെ പറയുന്നത്. ശ്രീ ഷാബു പ്രസാദ് മനസ്സിലാക്കുക, EDയുടെ പ്രവർത്തനങ്ങൾ മോശമാണെന്നോ ED എന്ന അന്വേഷണ ഏജൻസി ചീത്തയാണെന്നോ അല്ലെങ്കിൽ SFIO മോശമാണെന്നൊന്നല്ല, ഒന്നും സംഭവിക്കുന്നില്ല. ശ്രീ ഷാബു പ്രസാദ് ഇത്തരത്തിലുള്ള കുറെ പടക്കങ്ങൾ പൊട്ടിച്ചെറിയുന്നുണ്ട്. അത് പൊട്ടിയോ എന്ന് നോക്കാൻ പോലും ഈ പടക്കം പൊട്ടിച്ചെറിയുന്നവർക്ക് സാധിക്കുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ ഷാബു പ്രസാദിനോട് പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി ഈ കരുവന്നൂർ പ്രശ്നത്തിൽ ചോദിച്ചോട് കൂടിയിട്ട് EDയുടെ ഇമേജ് മുഴുവൻ കേരളത്തിൽ. ശരിയാണ് ശ്രീ MK ഹരിദാസ്, താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം, തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഹസ്കറിനോട് പറയുകയാണ്. ഹസ്കർ, ഇവിടെ ഒരു കാര്യവും പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഈ മടിയിൽ കനത്തിന്റെ കാര്യമൊന്നും ഇനി ദയവ് ചെയ്ത് പറയരുതേ എന്ന് പറയണം. കാരണം അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം അദ്ദേഹം വെളിപ്പെടുത്തണം. നിയമസഭയിൽ പോലും അദ്ദേഹം അതിന് തയ്യാറാകാത്ത വ്യക്തിയാണ്. എന്നിട്ടാണ് ഈ EDയെ കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നത്. ED ശരിയാണ്, അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കും, ഇക്കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഇടപാടിൽ പലതും ചീഞ്ഞു നാറുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുവാൻ ഇതുവരെ മെനക്കെട്ടിട്ടില്ല. വിവരാവകാശ രേഖകൾ കൊണ്ട് ചെല്ലുമ്പോൾ പോലും എടുത്ത് ദൂരെ എറിയുകയാണ്. മഞ്ജുഷേ, നമ്മൾ EDയെ ഇങ്ങനെ വല്ലാതെ പ്രശംസിക്കുകയും EDയുടെ പ്രവൃത്തികളെ പ്രശംസിച്ചു. ED രാഷ്ട്രീയ പ്രേരിതമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, എന്തായാലും ഹരിദാസും പറഞ്ഞിട്ടില്ല, ഷോൺ പോലും പറഞ്ഞിട്ടില്ല. ചില മാധ്യമങ്ങളും ചില വിമർശകർക്കും ED വലിയ ആഘോഷമാണ്. ED നടത്തുന്ന പ്രവൃത്തികൾ എന്താണ് എന്നുള്ളത് നമുക്ക് മുന്നിൽ തുറന്ന പുസ്തകമായി, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ നമുക്ക് മുന്നിലേക്ക് ഇങ്ങനെ തുറന്നു വെക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. സ്വാഭാവികമായും EDയുടെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.47 ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്തുപോകുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. 116 കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 116 കേസുകളാണ് ED എടുത്തിട്ടുള്ളത്. അസ്കർ, ഇതൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ED എത്ര കേസുകൾ അന്വേഷിച്ചു, അതിൽ എത്ര എണ്ണം കണ്ടെത്തി, എത്ര നേതാക്കൾക്കെതിരെ കേസെടുത്തു, അതിൽ BJP നേതാക്കളുടെ എണ്ണം 0 ഇതൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ അഡ്വക്കേറ്റ് BN ഹസ്കർ. മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒറ്റ ചോദ്യം, ഈ 2016 മുതൽ 2019 വരെയുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള സംശയങ്ങളാണല്ലോ ഉള്ളത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ. അതാണല്ലോ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇതിലൊരു അക്ഷരം മിണ്ടുവാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മെനക്കെടുന്നില്ല? അദ്ദേഹത്തിനൊരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി 2016 മുതൽ 19 വരെ ഇന്ന കാര്യങ്ങളാണ് സംഭവിച്ചത്, അതിൽ ഞാൻ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല, എൻ്റെ മകളുടെ കമ്പനി ഇടപെട്ടിട്ടില്ല, അനധികൃതമായിട്ട് പണം വാങ്ങിയില്ല എന്ന് പറയാൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് കേന്ദ്ര ഏജൻസികളെ അടച്ചു കുറ്റം പറയാം. പക്ഷേ ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടില്ലേ എന്ന ചോദ്യം സംസ്ഥാന മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ അത് അവസാനം ഒരു പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കുകയാണ്. മാധ്യമങ്ങളോട് ചൂടായി എണീറ്റ് പോവുകയാണ്. ഇതുകൊണ്ടാണ് സംശയം വരുന്നത് സാർ. കാരണം കരിമണൽ ഖനനത്തിന് വേണ്ടിയുള്ള അനുമതി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തി, അത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം അത് സർക്കുലേറ്റ് ചെയ്തു, അതിൽ നോട്ട് വന്നു, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. എന്നിട്ടത് വെച്ച് താമസിച്ച് 2023 ഡിസംബർ വരെ കൊണ്ടുചെന്നെത്തിച്ചു. ഇതെല്ലാം അറിയാവുന്നതാണ്. അതുമാത്രമല്ല, കരിമണൽ ഖനനം ഇവിടെ നടന്നിട്ടുണ്ടല്ലോ.
മഞ്ജുഷ, വിഷലിപ്തവുമായിട്ടുള്ള വാർത്തകളുമായി ചില മാധ്യമങ്ങൾ, ഞാൻ അങ്ങേ മാത്രമല്ല പറയുന്നത്, ചില മാധ്യമങ്ങൾ നിരന്തരം ഇങ്ങനെ ഇടതുപക്ഷ നേതാക്കന്മാരെയും CPM-ന്റെ മുഖ്യമന്ത്രിമാരെയും വേട്ടയാടിയ ചരിത്രമാണ് കേരളത്തിലുള്ളത്. പക്ഷേ ആ വാർത്തകളുടെ ആയുസ് എന്ന് പറയുന്നത് ഒരു രാത്രിയോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 3 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ഒന്നാകെ ഇരുന്ന് ചർച്ച ചെയ്തതാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. നാളിതുവരെ എവിടെയും എത്തിയില്ല. സാർ, ഞാൻ കേന്ദ്ര ഏജൻസികളെ ന്യായീകരിക്കുകയല്ല, അതൊക്കെ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തട്ടെ. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം കരിമണലായാലും CMRL ആണെങ്കിലും KSIDC ആണെങ്കിലും എക്സാലോജിക് ആണെങ്കിലും ഇതുവരെ കൃത്യമായ ഒരു മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ ഇല്ലയോ? അത് താങ്കൾ പറയൂ. അപ്പോൾ താങ്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മിണ്ടേണ്ടയാളല്ല എന്ന്. മുഖ്യമന്ത്രി ഇത്തരം വിഷലിപ്തമായ വാർത്തകൾക്കൊക്കെ തന്നെ മറുപടി പറയണം എന്ന് വാശി പിടിക്കുന്നിടത്താണ് പ്രശ്നം. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഉമ്മൻചാണ്ടി എല്ലാ കാര്യത്തിനും മറുപടി പറയണമെന്ന് വാശി പിടിച്ചവരായിരുന്നുവല്ലോ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന LDF. ഇവിടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഓരോ വാർത്താ സമ്മേളനങ്ങളിലും വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമായിരുന്നല്ലോ. എന്നിട്ടും പക്ഷേ അന്ന് ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് അത് തൃപ്തിയാകാറില്ല. അദ്ദേഹത്തെ തുടർച്ചയായി വിമർശിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് ഒരു മുഖ്യമന്ത്രിയാകുമ്പോൾ, ഭരണാധികാരിയാകുമ്പോൾ വിമർശനത്തിന് വിധേയരാണ്. മറുപടി പറയുവാനുള്ള ബാധ്യതയുമുണ്ട്. അല്ലാതെ അത് വിഷലിപ്തം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയല്ല. എങ്ങനെ വിഷലിപ്തമാകും? എക്സാലോജിക് എന്ന കമ്പനി CMRL-ഉമായിട്ട് ഇടപാട് നടത്തിയിട്ടില്ലേ? ആ ഇടപാടിൽ എന്ത് സേവനമാണ് നൽകിയിട്ടുള്ളതെന്ന് ഇതുവരെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതല്ലേ? അതിന്മേലുള്ള ഒരു മറുപടി ഇതുവരെ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ? PV എന്ന പേര് അവിടെ എഴുതി ചേർത്തതാണല്ലോ. അതെന്തുകൊണ്ട് അതിനെ കുറിച്ച് ഇതുവരെ അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തതും മറ്റു നേതാക്കൾ അംഗീകരിക്കുകയും ചെയ്തത്? ഇതെല്ലാം പൊതുസമൂഹത്തിന് മുന്നിലുള്ളതാണ്. ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതാണ്. മറുപടി പറയാൻ തുനിയുകയുമില്ല. എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ എതിർ ചോദ്യം ഉണ്ടാകുമ്പോൾ എണീറ്റ് പോവുകയും ചെയ്യും. അങ്ങനല്ല, മാധ്യമങ്ങളുടെ ഒരു തോന്നലുകളും മാധ്യമങ്ങളുടെ ചില നിർബന്ധങ്ങളും ഏതൊരു രാഷ്ട്രീയ നേതാവും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം എന്നുള്ളതാണ്. സ്വാഭാവികമായും ആരും വിമർശനത്തിന് അതീതരല്ല. മാധ്യമ പ്രവർത്തകരും വിമർശനത്തിന് അതീതരല്ല ജനാധിപത്യ സംവിധാനത്തിൽ. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നേതാവിനെ, പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതം സുതാര്യമായിരിക്കണം, തങ്ങളുടെ കൈകളിൽ അശുദ്ധിയില്ല, കറ പറ്റിയിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് തങ്ങളുടെ ജീവിതം കൊണ്ടാണ്. സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലത്തിലധികമായി പൊതുജീവിതം നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് CPI-ന്റെ ഓരോ പ്രവർത്തകർക്കും കൃത്യമായ ബോധ്യമുണ്ടെന്നേ. അല്ല, CPM മാത്രമല്ലല്ലേ കേരളത്തിൽ ജീവിക്കുന്നത്? CPM-ന്റെ പ്രവർത്തകർ മാത്രമല്ല കേരളത്തിൽ ജീവിക്കുന്ന അഡ്വക്കേറ്റ് ഹസ്കർ. നേരത്തെയും ഞാൻ പറഞ്ഞു, കേഡർക്ക് മാത്രം മനസ്സിലായാൽ പോരാ. ശ്രീ ഷാബു പ്രസാദ്, ഇങ്ങനെയാണെങ്കിൽ കൂടി ഈ കേന്ദ്ര ഏജൻസികളുടെയും വിശ്വാസ്യത തകർന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ അന്വേഷണം നടക്കുന്നത്. അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും സമയമായില്ല എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നല്ലേ കരുവന്നൂർ കേസിൽ ഹൈക്കോടതി ചോദിച്ചത്? എന്താണ്? ഞാൻ ഇതിനു മുമ്പുള്ള റൗണ്ടിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ മഞ്ജുഷേ. ശരി, നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്, ആർക്കും ചോദിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് വിധേയമായിട്ടല്ല ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ സംവിധാനങ്ങൾ അവരുടെ അന്വേഷണത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നത് അവരുടേതായ രീതിയിലാണ്. തെളിവുകൾ ശേഖരിച്ച് പ്രതികളുടെ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള അതിശക്തരായ പ്രതികൾ, അവർ രക്ഷപ്പെടാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് അവർക്ക് ആ കേസ് അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. അതിൻ്റേതായ സമയത്തെ നടക്കുകയുമുള്ളൂ. അത് നിങ്ങളുടെയോ എൻ്റെയോ ഇവിടെ ഇരിക്കുന്ന ആരുടെയോ ആഗ്രഹത്തിനനുസരിച്ചും നമ്മുടെ ചർച്ച ഒഴിപ്പിക്കാൻ വേണ്ട വിഷയം തരുന്ന രീതിയിലും ആവണമെന്നില്ല. അത് നിങ്ങളെ തൃപ്തിപ്പെടുത്തണമെന്നുമില്ല അതിൻ്റെ രീതികൾ. അത് നിങ്ങൾക്ക് നമ്മളിനി എന്തൊക്കെ മസിൽ പിടിച്ചാലും അത് അങ്ങനെയേ നടക്കൂ, അങ്ങനെ നടക്കാൻ പാടുള്ളൂ. അതാണ് അതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അഴിമതികൾ കുന്നുകൂടിക്കൊണ്ടിരിക്കും. എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ഭരണാധികാരി പറയും. അതിൽ തൃപ്തരായിട്ട് കേഡറുകൾ നിൽക്കും. പിന്നെ ഒരു അന്വേഷണം വരും, അതെങ്ങും എത്താതെ പൂട്ടിക്കെട്ടി സ്ഥലപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ എന്ത് അന്വേഷണം? അഴിമതി നടക്കട്ടെ. മുഖ്യമന്ത്രി അകത്ത് കിടക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ. 2 മുഖ്യമന്ത്രിമാരെ തൂക്കിയെടുത്ത് അകത്തിട്ട് കണ്ടല്ലോ. തമിഴ്നാട്ടിൽ നാട് ഭരിക്കുന്ന മന്ത്രിമാരകത്തായത് കണ്ടതാണല്ലോ. ഓരോ കേസിന്റെ സ്വഭാവത്തിനനുസരിച്ച് മാത്രമേ അതിന്റെ രീതിയിൽ അതിന്റെ പ്രൊസീഡിങ്സ് നടക്കുകയുള്ളൂ മഞ്ജുഷേ. പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇന്ന് MV ഗോവിന്ദൻ പറയുന്നത് കേട്ടു, ഇവർ കൂലിപ്പണിക്കാരാണ് എന്ന്. എന്താ ഈ കൂലിപ്പണി എന്ന് പറയുന്നത്? ശരിയാണ്, അവർ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരാണ്, അവർക്ക് അതിനുള്ള ശമ്പളം കിട്ടുന്നുണ്ട്.
ആ ശമ്പളത്തിന്റെ മറ്റൊരു പേരാണ് കൂലി എന്ന് പറയുന്നത്. എന്താ കൂലി എന്ന വാക്കിനോട് ഇത്ര വലിയ ഈ തൊഴിലാളി പാർട്ടിക്ക് കൂലിയോടും കൂലിപ്പണിയോടും എന്താ ഇത്ര പുണ്യം ഇത്രമണ? അതോ മാസപ്പടിയും കള്ളക്കടത്തും ഒക്കെ ശീലിച്ചപ്പം കൂലി എന്നത് ഇവർക്ക് ഇത്രമാത്രം പുച്ഛിക്കാനുള്ള ഒരു കാര്യമായി മാറിയോ? അതാണ് ഇവരിൽ ഉണ്ടാകുന്ന ആ ഒരു കാലത്തിന്റെ മാറ്റം. നമുക്ക് ഇവർ പോലും അറിയാതെ ഇവരുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ചില അഹങ്കാരത്തിന്റെ വാക്കുകളിൽ കൂടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഇവർക്ക് വളരെ കൃത്യമായിട്ട്, അതായത് ഇതാണിവരുടെ മനോഭാവം എന്നുള്ളത്. കൂലിപ്പണി എന്ന് പറയുന്ന അത് ഈ നാട്ടിലെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ മുഴുവനുമല്ലേ ഈ മനുഷ്യൻ പുച്ഛിച്ചത്? എന്താണ് കൂലിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മോശമായ കാര്യമാണോ? ഹസ്കർ മറുപടി. ഷാബു, എം വി ഗോവിന്ദൻ പറഞ്ഞത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണെന്ന് അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് കൂലിപ്പണി എന്നുള്ളത് അങ്ങ് തെറ്റിദ്ധരിക്കണ്ട. BJP-യുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും കൂലിപ്പട്ടാളമായിട്ടാണ് ഇഡിയും കേന്ദ്ര ഏജൻസികളും പ്രവർത്തിക്കുന്നത്. അല്ല, നിങ്ങൾ RSSന്റെ നാഗ്പൂരിൽ നിന്നല്ലല്ലോ ശമ്പളം കൊടുക്കുന്നത്. അല്ല, കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നത്. എന്റെയും അങ്ങയുടെയും നികുതി പണം കൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. എന്റെയും നിങ്ങളുടെയും കൂലിപ്പണിക്കാർ തന്നെയാണ് അവർ. അങ്ങനെയെങ്കിൽ പ്രശ്നം ഒരു കുറവുമില്ലെന്നേ. അങ്ങനെയെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അവർ ചെയ്യേണ്ടിയിരുന്നത് കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരുടെയും ഇഡിയെ കൊണ്ട് നോട്ടീസ് നൽകുകയും അവർ തിരിച്ച് BJP-യിലേക്ക് ചുവടുമാറുമ്പോ, അവർ കളം മാറുമ്പോ കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നു? അഴിമതി നടത്തുന്നവൻ ഏത് കൊമ്പനായാലും അകത്ത് കിടക്കും. അത് വേണ്ട. അതുകൊണ്ടാണ് മാളത്തിൽ പുക കയറിയ പോലെ അകത്തായപ്പോ 116 കേസുകൾ എടുത്തതിൽ 114 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെയാണ്. 2 ആളുകൾക്കെതിരെ മാത്രമേ ഇഡി കേസെടുത്തിട്ടുള്ളൂ. പുറത്തുള്ളവർ ആ 114 നേതാക്കന്മാരും പ്രതിപക്ഷ നേതാക്കന്മാരാണ്. ഇഡി അന്വേഷണം തുടങ്ങി റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ അത്തരം പ്രതിപക്ഷ നേതാക്കന്മാർ BJP-യിലേക്ക് ചുവടുമാറിയാൽ അവർക്കെതിരെ ഒരു കേസും എടുക്കുന്നില്ലെന്നേ. അതാണ് ഞങ്ങളുടെ വിഷമം. നിങ്ങൾ സത്യസന്ധമായി കേന്ദ്ര ഏജൻസി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കൊള്ള ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കെതിരെ കേസെടുക്കണമെന്നേ. അന്വേഷണം നിങ്ങളുടെ പാർട്ടി സംവിധാനം ഉപയോഗിച്ച് പുറത്തു കൊണ്ടുവന്ന് ഒരു വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഒരു വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്നത് നമ്മൾ അംഗീകരിച്ചാൽ തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടേതായ സംവിധാനങ്ങൾ, ഇതാ ഇന്ന സംസ്ഥാനത്തെ ഇന്ന BJP നേതാവ് ഇതുപോലെ അഴിമതി കാണിച്ചു, ആ അഴിമതിയുടെ ഡീറ്റെയിൽസ് ഇതാ എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ ഹസ്കർ? അപ്പോൾ ആ അത് അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇഡിക്കോ ഈ രാജ്യത്തെ ഏത് അന്വേഷണ ഏജൻസിക്കോ ഉത്തരവിടാൻ ഈ നാട്ടിലെ കോടതിക്ക് കഴിയില്ലേ? ഈ ചാനലിൽ വന്നിരുന്ന ഈ പ്രസംഗിക്കുന്ന സമയം കൊണ്ട് ഇന്ന BJP-കാരൻ ഇന്ന BJP മുഖ്യമന്ത്രി പോവൂ അന്വേഷിക്കൂ, ഇത്ര രൂപയുടെ അഴിമതി കാണിച്ചിട്ടുണ്ട്, ഇന്ന ഇടപാടിൽ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ നിയമ സംവിധാനത്തിനെ സമീപിക്കാൻ നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അതിനു പകരം ഈ ചാനലിൽ വന്നിരുന്ന് ഗോകുവ വിളിച്ചിട്ട് കാര്യമില്ല ഹസ്കർ.